السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 32. നാലാമത്തെ ഫസല് റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തിൽ പറയുന്നത്. കം അബ്റഅത് വസിബൻ ബില്ലംസി റാഹതുഹു وأطلقت أربا من ربقة اللمم وأحيت السنة الشهباء دعوته حتى حكت غرة في الأعسر الدهم كم أبرأت وصبا باللمس راحته. എത്ര രോഗികളെയാണ് അവിടുത്തെ ഒരു സ്പർശനം മൂലം അവിടുന്ന് സുഖപ്പെടുത്തിയിട്ടുള്ളത്. അത്ലഖത്ത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി, അവിടുത്തെ ആ കയ്യ് എത്രയോ ആവശ്യം ഉടയവരെ അഴിച്ചിട്ടുണ്ട്. മിൻ റിബ്ഖത്തിൽ ലമമി, ഭ്രാന്തിന്റെ ആ കെട്ടിൽ നിന്ന് എത്രയോ ആവശ്യക്കാരെയാണ് മനോവിഭ്രാന്തിയുടെ ബന്ധനത്തിൽ നിന്ന് അവിടുന്ന് മോചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം എത്രയോ ആ തൃക്കരം കൊണ്ടുള്ള തടവ് കാരണമായി എത്രയോ രോഗികളുടെ രോഗങ്ങളെ തടവി സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഭ്രാന്തിന്റെ ബാന്ധവത്തിൽ നിന്നും എത്രയോ അത്യാഹിതരെ അവിടുത്തെ ആ തൃക്കരം രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രാർത്ഥന വരണ്ട കാലത്തിന് ജീവൻ നൽകി. എത്രത്തോളം? ഹത്താ ഹക്കത്ത് ഖുർറത്തൻ ഫിൽ അഅ്സുരി ദുഹുമി, കറുത്ത കാലങ്ങളിലെ ഒരു വെളുത്ത പൊട്ടുപോലെ തോന്നിച്ചു. അത് കറുത്ത കാലങ്ങളിലെ മുഖങ്ങളിൽ വെളുത്ത അടയാളത്തെ പോലെ തോന്നിച്ചു എന്നർത്ഥം. കം എന്നുള്ളത് ഖബരിയായ കമ്മാണ്. മൗദിഉഹാ നസ്ബുൻ അലാ അന്നഹാ മഫ്ഊലുൻ ഫീഹി ഔ മുത്ലഖുൻ. ഒന്നുകിൽ മഫ്ഊലുൻ ഫീഹിയാണ്, അതല്ലെങ്കിൽ മഫ്ഊലുൻ മുത്ലഖാൻ എന്നുള്ള നിലക്ക് അവിടെ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. കസീറൻ എന്നുള്ള അർത്ഥമാണ് അവിടെ. അധികരിച്ച നിലക്ക് അല്ലെങ്കിൽ അധികരിച്ച അവസ്ഥയിൽ. അതിന്റെ മുമയ്യസ് അവിടെ കളയപ്പെട്ടതാണ്. മറത്തനും സങ്കല്പിക്കേണ്ടി വരും. ഐ കം വഖ്തൻ ഔ മറത്തൻ എന്നർത്ഥം. അബ്റഅത്ത് ഫീലാണ്, അതിന്റെ ഫായില് റാഹത്തു എന്നുള്ളതാണ്. ഹു മുദാഫിലെ. വസിബൻ എന്ന് പറഞ്ഞത് സ്വാദിന് കസറ് കൊണ്ടാകുമ്പോൾ മരീളൻ എന്നായി, ഫതഹ് കൊണ്ടാകുമ്പോൾ മർള് എന്നായി. ഫതഹ് കൊണ്ട് മർള് എന്ന് അർത്ഥം വെക്കുമ്പോൾ അവിടെ ദാ എന്ന് സങ്കല്പിക്കണം, മർള് ഉടയവനെ. ബില്ലംസി എന്നുള്ളത് അബ്റാത്തിന്റെ മഫൂലാണ് വസിബൻ. ബില്ലംസി ജാറു മജ്റൂർ മുത്തഅല്ലഖ് അബ്റാഅത്ത്. അത്ലഖത്ത് എന്നുള്ളത് വാവ് ആതിഫ്, അത്ലഖത്ത് ഫീല്, ളമീർ ഫായില്, മഅ്തൂഫ് അലി അബ്റാഅത്തിന്റെ അവിടുത്തെ ജുംല. ഈ ളമീർ മടങ്ങുന്ന റാഹത്തുഹു എന്നുള്ളതിലേക്കാണ്. അരിബൻ എന്നുള്ളത് അവിടെ മഫ്ഊലാണ്. ഹാജത്ത് എന്നർത്ഥം. മുഹ്താജ്, ആവശ്യക്കാരനായവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മിൻ റിബ്ഖത്തിൽ ലമമി, ഭ്രാന്തിന്റെ കെട്ടിൽ നിന്ന്, ആ ബാന്ധവത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അഴിച്ചു വിട്ടിട്ടുണ്ട്, സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അവിടുത്തെ തൃക്കരം ഭ്രാന്തിന്റെ കെട്ടിൽ നിന്ന് ആവശ്യക്കാരനായ ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, മോചിപ്പിച്ചിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്പർശനം കാരണമായി സുഖം പ്രാപിച്ച എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് പരിക്കേൽക്കുകയും അത് കണ്ണ് പറഞ്ഞ് കവിൾത്തടത്തിൻ്റെ മേൽ വീഴുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിനെ സമീപിച്ചു കൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കോലത്തിൽ എന്നെ കണ്ടാൽ അവൾ എന്നെ വെറുക്കും നബിയെ, അവൾക്ക് എന്നോടുള്ള മഹബത്തില്ലാതെയാകും. ഈ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണിനെ കയ്യിൽ എടുത്ത് ആ സ്ഥലത്ത് തന്നെ മടക്കി വെച്ച് അതിനെ സുഖപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്തു. അതിനെ അവിടെ തടഞ്ഞപ്പോൾ അവിടെ സുഖം പ്രാപിക്കുകയും പൂർവോപരി ഭംഗിയിൽ ആ ബഹുമാനപ്പെട്ടവരുടെ മുഖം മാറുകയും ചെയ്തുവെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്നവരുടെ കൈ കരിഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ളാഹി അതിനെ തടഞ്ഞപ്പോൾ അത് സുഖം പ്രാപിച്ചു ആ സമയത്തു തന്നെ. അതുപോലെ ഒരു സ്ത്രീ ഈ ഭ്രാന്തുള്ള തൻ്റെ ഒരു കുട്ടിയുമായി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ തലൻ്റെ മേൽ റസൂലുള്ളാഹി തടഞ്ഞു. ആ സമയത്ത് തന്നെ ആ കുട്ടിക്ക് സുഖം പ്രാപിച്ചു. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ബാജൂരിയിലും ഹാഷിയത്തുൽ ബാജൂരിയിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാജൂരി 47, അതുപോലെ തന്നെ അൽ ഉംദ ഫി ഷർഹിൽ ബുർദന്റെ 427 തുടങ്ങിയ അസീദത്തു ശുഹദ എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അവിടുത്തെ പ്രാർത്ഥന വരണ്ട കാലത്തിന് ജീവൻ നൽകി. എത്രത്തോളം? ഹത്താ ഹക്കത്ത് ഖുർറത്തൻ ഫിൽ അസ്രിദ്ദുഹുമി, കറുത്ത കാലങ്ങളിലെ ഒരു വെളുത്ത പൊട്ടുപോലെ തോന്നിച്ചു അത്. അഹിയത്ത് എന്നുള്ളത് വാവ് ആതിഫ്, അഹിയത്ത് ഫിഇല്, ദഅവത്തുഹു എന്നുള്ളത് ഫായില്, ജുംല മഅ്തൂഫ്, മഅ്തൂഫുൻ അലൈഹി ഇവിടെ അബ്റഅത്ത് എന്ന് പറഞ്ഞ ജുംല. അസ്സനത്ത ഷഹ്ബാ, അസ്സനത്ത എന്നുള്ളത് മഫ്ഊലാണ്. അശ്ശഹ്ബാ എന്ന് പറയുന്നത് സിഫത്ത് മൗസൂഫ് അസ്സനത്ത. ഹത്ത ഹക്കത്ത്, ഹത്ത എന്നുള്ളത് ഹർഫ് ഇബ്തിദാ ആണ്. ഹക്കത്ത് എന്നുള്ളത് ഫഇല് ളമീർ ഫായില്. ആ വർഷം തോന്നിപ്പിച്ചു. ഖുർറത്തൻ, ഖുർറത്തൻ എന്നുള്ളത് മഫ്ഊലാണ്. ഫിൽ അസ്രി ജാറു മജ്റൂർ, അദ്ദുഹുമി സിഫത്ത് മൗസൂഫ് അസ്ർ. ഈ ഫിൽ അസ്രി എന്നുള്ളതിൻ്റെ മുത്തഅല്ലഖ് ഹക്കത്ത് എന്നുള്ളതുമാണ്. അഹിയത്തിസ്സനത ഷഹ്ബാ, അഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അൻഖദത്ത് അഹ്ലഹ, ആ വർഷത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തി റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. എന്തിൽ നിന്ന്? മിൻ ശിദ്ദത്തിൽ ഖഹത്തി, ശക്തമായ വരൾച്ചയിൽ നിന്ന്, വകമാലിൽ മജാഅത്തി, പൂർണ്ണമായ വിശപ്പിൽ നിന്നും, ബഅദ ഇദ് അശ്റഫു അല തലഫി, അവർ നാശത്തിന്റെ മേൽ വെളിവായ ശേഷം. ഷഹ്ബാ എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈളാ എന്നാണ്. ലിഖില്ലത്തി ഖുദ്റത്തി നബാത്തി ഫിഹാ ബിഖില്ലത്തിൽ മത്രി, മഴ കമ്മിയായ കുറഞ്ഞതായ കാരണം കൊണ്ട് അവിടെ സസ്യങ്ങളുടെ പച്ചപ്പ് വളരെ കുറവാണ്. ആ നിലക്ക് ആ വർഷം വെളുത്ത ഒരു വർഷമാണ്. ആ ഭൂമി
വെളുത്ത രൂപത്തിലാണ് കാണുന്നത്. ഹത്താ ഹക്കത്ത് എന്ന് പറഞ്ഞാൽ ഇലാൻ ഷാബഹത്ത് തിൽക്ക സനത്തു, ആ വർഷം സാദൃശ്യമാകുന്നതുവരെ, ലിസിയാദത്തിഹ, അത് വർദ്ധിച്ചതിന് വേണ്ടി, അലാ ഗൈരിഹ മിനസ്സിനീന, മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച്, ഖുർറത്തൻ, ഒരു വെളുപ്പിനോട് അത് സാദൃശ്യമായി ആ വർഷം. എവിടെയുള്ള? ഫീ വുജൂഹിൽ ആഴ്സുരിദ്ദുഹുമി, കറുത്ത ആ കാലങ്ങളിലെ മുഖങ്ങളിൽ. കറുത്ത കാലങ്ങൾ എന്ന് പറഞ്ഞത് ലിശിദ്ദത്തി ഖുദ്റത്തിൻ നബാത്തി ഫീഹ, ആ കാലത്ത് ശക്തമായ പച്ചപ്പ്, ചെടികളുടെ പച്ചപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ കാലങ്ങളുടെ മുഖത്ത് ഒരു വെളുപ്പിനെ അത് സാദൃശ്യമാക്കി തരുന്നുണ്ട് ആ വർഷം. അത്രയും ഒരു ബറക്കത്തുള്ള വർഷമായിരുന്നു ആ വർഷം എന്ന് സാരം. മദീനയിലെ വരൾച്ച ബാധിച്ച ഒരു കാലത്ത് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കാരണമായി, ദുആ കാരണമായി ഒരാഴ്ചയോളം മഴ വർഷിക്കുകയും അവിടെ നല്ലോണം സസ്യങ്ങൾ വളർന്ന് ഭൂമിയാകെ പച്ചപ്പ് നിറത്തിലേക്ക് മാറി. അപ്പൊ ഇവിടെ ഈ ബൈത്തിൽ കറുത്ത കാലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഇവിടെ ക്ഷേമവും ഫലപുഷ്ടിയും നിറഞ്ഞ ആ കാലത്തെക്കുറിച്ചാണ്. നല്ല വസന്തകാലങ്ങളിൽ സസ്യങ്ങൾ, ചെടികൾ, കൃഷികൾ തുടങ്ങി എല്ലാം ശക്തമായ നിലക്ക് പച്ച പിടിച്ച് ദൃഷ്ടിയിൽ ഒരു കറുപ്പ് നിറം പോലെ അനുഭവപ്പെടും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ കാരണം. ആ നിലക്ക് ഉള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബിആരിളിൻ ജാദ ഔ ഖിൽതൽ ബിതാഹ ബിഹ സൈബൻ മിനൽ യമ്മി ഔ സൈലൻ മിനൽ ആരിമി, അവിടുത്തെ പ്രാർത്ഥന ഫലമായി കോരിച്ചെരിഞ്ഞ മഴമേഘങ്ങൾ മണൽ ഭൂമിയിൽ തിമർത്തു പെയ്തപ്പോൾ നീ കരുതി. എന്തിനെ? സൈബം മിനൽ യമ്മി ഔ സൈലം മിനൽ ആരിമി, ഇത് കടലിൽ നിന്നെത്തിയ വേലിയേറ്റമാണോ അതോ ഏതോ അണക്കെട്ട് പൊട്ടി ഒഴുകിയതാണോ എന്ന് നീ വിചാരിച്ചു. ബിആരിളിൻ ജാദ ഐ മിൻ അജലി സഹാബി, മേഘം കാരണമായി തങ്ങളുടെ ആ ദുആ വരണ്ട ആ വർഷത്തെ ജീവസുറ്റതാക്കി. മേഘം കാരണമായി. എങ്ങനെയുള്ള മേഘം? അത്താ ജാദ ഐ അത്താബിൽ ജൗദി അയ്യൽ മത്തരിൽ ഗസീരി, അതിശക്തമായ മഴയെ കൊണ്ടുവന്ന ആ മേഘം കാരണമായി ആ വർഷത്തെ തങ്ങളുടെ ദുആ ജീവസുറ്റതാക്കി, വരണ്ട വർഷത്തെ. എത്രത്തോളം? ഔ ഖിൽത ഐ ഇലാ അൻ ലനന്ത, നീ വിചാരിക്കുന്നത് വരെ, അയ്യുഹൽ മുഖാത്തബു അൽ ബിതാഹ, ആ ചരൽ ഭൂമിയെ, ബിഹ സൈബം മിനൽ യമ്മി ഐ ജറയാന മാഇൻ കസീരി മിനൽ ബഹരി, അത് ബഹറിൽ നിന്ന് അധികരിച്ച വെള്ളം ഒലിച്ചതാണോ? വേലിയേറ്റം കാരണമായി വെള്ളം ഒലിച്ചു വന്നതാണോ? ഔ സൈലം മിനൽ ആരിമി, അതല്ല സൈലാന മാഇൻ മിൻ വാദിൽ അരിമി, ഏതോ അണക്കെട്ട് പൊട്ടി ഒഴുകിയതാണോ എന്ന് നീ വിചാരിക്കുന്നത് വരെ ഈ അവസ്ഥ തുടർന്നു. അൽ ഫസ്ലു സാദിസു ഫി ശറഫിൽ ഖുർആനി വമദ്ഹിഹി ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു വഹറത് ظهور نار القرى ليلا على علمي فالدار يزداد حسنا وهو منتظم
وليس ينقص قدرا غير منتظم فما تطاول آمال المديح إلى ما فيه من كرم الأخلاق والشيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعني ووصفي آيات له ظهرت നിഷേധികൾ എന്നെ വെറുതെ വിടുക. അതിഥികൾക്കു വേണ്ടി രാത്രിയിൽ കുന്നിൻ മുകളിൽ ഒരുക്കുന്ന അഗ്നിജ്വാല പ്രകടമാവും വിധം വ്യക്തമായ മുഅ്ജിസത്തുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് സദ്യയുടെ അറിയിപ്പിനായി മലമുകളിൽ കത്തിച്ച തീ പോലെ പ്രത്യക്ഷമായ അവിടുത്തെ ദിവ്യാത്ഭുതങ്ങൾ വർണ്ണിക്കാൻ എന്നെ അനുവദിക്കൂ. അതുകൊണ്ട് എന്നെ നിങ്ങൾ വെറുതെ വിടുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ദഅനി ഐ ഉത്റുക്കിനി വവസ്ഫി ഐ മഅ ദിക്രി ബിന്നളിമി റായിഖി വശഅരിൽ ഫായിഖി. ഞാൻ പറയലോടുകൂടെ ആ ഉന്നതമായ ഘടന കൊണ്ട് എന്തിനെ ആയാത്തിൻ ഐ മുഅ്ജിസാത്തിൻ വ ഇർഹാസാത്തിൻ മുഅ്ജിസത്തുകളെയും നബുവത്തിന് മുമ്പ് നടന്ന ഇർഹാസാത്തുകളെയും അമാനുഷികമായ കാര്യങ്ങളെയും ഞാൻ പറയലോടുകൂടെ ആർക്കുള്ള ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദൃഷ്ടാന്തങ്ങൾ അത് പറയലോടുകൂടെ എന്നെ നിങ്ങൾ വെറുതെ വിടുക. എങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളാണ്? ലഹറത്ത്, അവ പൂർണമായ നിലക്ക് തന്നെ വെളിവായിട്ടുണ്ട്. ളുഹൂറൻ നാരിൽ ഖിറ, ളുഹൂറൻ മിസ്ല ളുഹൂരി നാരിൽ ഖിറ. ഖിറ എന്ന് പറഞ്ഞത് കെസിരിൽ ഖാഫി അയ്യ ളിയാഫത്തി, അതിഥികളുടെ ആ തീജ്വാല വെളിവാകുന്നത് പോലെയുള്ള വെളിവാകൽ അത് വെളിവായിട്ടുണ്ട്. എവിടെ? ലൈലൻ, എപ്പോ? രാത്രിയിൽ. ഐ ഫി ലൈലിൻ അലാ അലമി ഐ ജബലിൻ ഷാമിഖിൻ, പർവ്വത ശിഖരത്തിന്റെ മേൽ. അതായത് ലമ്മാ ദക്കറ നാദിമു ജുംലത്തൻ മിൻ മുഅ്ജിസാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇമാം ബൂസൂരി തങ്ങൾ റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തുകളിൽ നിന്ന് കുറെ പറഞ്ഞപ്പോൾ ഖദ്ദറ മുസന്നിഫ് നാദിമ് സങ്കല്പിക്കുകയാണ് അന്നൽ അദുവൽ മുആനിദ വൽ കാഫിറൽ ജാഹിദ, നിഷേധിയായ കാഫിറും അതുപോലെ തന്നെ എതിർക്കാൻ വരുന്ന ശത്രുവും ഖാല, അവൻ പറയുന്നു, കൈഫ അൻ ദിക്രി ഹാദിഹിൽ ആയാത്തില്ലത്തി ലാ നുസല്ലിമുഹ, ഞങ്ങൾ സമ്മതിക്കാത്ത, വകവെച്ചു തരാത്ത ഈ ദൃഷ്ടാന്തങ്ങളെ പറയലിനെ തൊട്ട് എങ്ങനെയാണ് നിനക്ക് സാധ്യമാവുന്നത്? നീ എന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഫഅജാബഹു ബിഖൗലിഹി, അപ്പോ നാദിമ് അവനക്ക് ഉത്തരം കൊടുത്തതാണ് തന്റെ വാക്കുകൊണ്ട്. ദഅനി ഐക അന്നഹു യഖൂലു ലഹു, നാദിമ് ഈ നിഷേധികളോട് പറയുന്നത് പോലെ, കൈഫ തുങ്കിറുഹ വലാ തുസല്ലിമുഹ, എങ്ങനെയാണ് ഈ ദൃഷ്ടാന്തങ്ങളെ നീ നിഷേധിക്കുന്നതും സമ്മതിക്കാതിരിക്കുന്നതും? വഖത്ത് ലഹറത്ത് ളുഹൂറൻ താമൻ, ആ ദൃഷ്ടാന്തങ്ങൾ പൂർണമായ വെളിവായിട്ടുണ്ടല്ലോ. അതാണ് വസ്ഫി ആയാത്തിൻ ഐ ദിക്രി ലഹാ ബിൻ നളിമി, ഈ നളിമ് കൊണ്ട്, പദ്യം കൊണ്ട് ആ ദൃഷ്ടാന്തങ്ങളെ ഞാൻ പറയലിനെയും നീ വിട്ടള, ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോ
വസ്ഫി എന്നുള്ളത് ഈ ദൈനി എന്നുള്ളിടത്തുള്ള യാഇന്റെ മേല് അത്തുഫാണ്. അതല്ലെങ്കിൽ മഫ്ഊലു മഅയാണ് അങ്ങനെ ആക്കുക. ഉത്റുക്നി വദിക്രി ആയാത്തിൻ ഐ മഅ ദിക്രി ആയാത്തിൻ. വൽമുറാദു ബിൽ ആയാത്തി അൽ മുഅ്ജിസാത്തു ദാലത്തു അലാ നുബൂവത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അമാനുഷികമായ കാര്യങ്ങൾ എന്നാണ്. ലഹു എന്നുള്ളത് ഇവിടെ ജാറു മജ്റൂർ സിഫത്താണ് ആയാത്തിൻ എന്നുള്ളതിന്. റസൂലുള്ളാഹിക്കുള്ള മുഅ്ജിസത്തുകൾ ഐ ആയാത്തിൻ കായിനത്തൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇവിടെ ലഹറത്ത് ളുഹൂറ നാരിൽ ഖിറ ഐ ലഹറത്ത് ളുഹൂറൻ മിസ്ല ളുഹൂരി നാരിൽ ഖിറ. അതിഥികൾക്കുള്ള തീ വെളിവാകുന്നത് പോലെ വെളിവായ ഈ ദൃഷ്ടാന്തങ്ങൾ എവിടെ? ലൈലൻ നല്ല ഇരുട്ടുമൂടിയതായ രാത്രിയിൽ അല അലമി ഐ അല ജബലിൻ പർവ്വതത്തിന്റെ മേൽ. ഈ പറഞ്ഞത് വഖദ് ജറത്ത് ആദത്തുൽ കിറാമി മിനൽ അറബി, അറബികളിൽ നിന്നുള്ള മാന്യന്മാരായ അറബികളുടെ ഒരു പതിവ് നടന്നു വരുന്നുണ്ട്. ബി ഇഖാദി തിൽക്കന്നാരി അലൽ ജബലി, ഈ തീയിനെ പർവ്വതത്തിന്റെ മേൽ കത്തിക്കുക. എന്തിനു വേണ്ടിയാണ്? ലിയഹ്തദിയ ദീഫാനു ഇലാ മനാസിലിഹിം, ഇവരുടെ അതിഥികൾ ഇവരുടെ വീടുകളിലേക്ക് വഴി തെറ്റാതെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ഈ തീയ് വ്യക്തമായ പൂർണ്ണമായ നിലക്ക് വ്യക്തമാകുന്നുണ്ട് ഈ തീ കത്തിക്കൽ കൊണ്ട്. അതുപോലെ വ്യക്തമായതാണ് ഈ റസൂലുള്ളാഹിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ. ഈ ഉപമ പറയുമ്പോൾ അറബികൾക്ക് അതിന്റെ വ്യക്തത ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. കോർത്ത നിലയിലുള്ള മുത്തിന് ഭംഗിയേറും എന്നുവെച്ച് കോർക്കാത്ത മുത്തിനു ഭംഗിയൊട്ടും കുറയുന്നുമില്ല. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു, കോർത്ത അവസ്ഥയിലുള്ള മുത്ത് നല്ല ഭംഗി വർദ്ധിച്ചതാണ് എന്നുവെച്ച് കോർക്കാത്ത നിലക്കുള്ള ആ മുത്ത് ഒട്ടും തന്നെ ഭംഗി കുറഞ്ഞതുമല്ല, അതിന് ഭംഗി കുറയുന്നുമില്ല. ഫദ്ദുറു, ദുർറ പറഞ്ഞ വലിയ മുത്ത്, മഅ കൗനിഹി ഹുസ്നൻ ഫി നഫ്സിഹി, അത് സ്വന്തം നിലക്ക് തന്നെ ഭംഗിയുള്ളതാണ്. അതോടുകൂടെ യസ്ദാദു ഹുസ്നൻ ഐ യതളാഅഫു ഹുസ്നുഹു, അതിന്റെ ഭംഗി ഇരട്ടിയാകും. ഏതവസ്ഥയിലോ? മുൻതളിമുൻ ഫിസ്സിൽക്കി, അതിനെ ഒരു നൂലിൽ കോർത്ത അവസ്ഥയിൽ. ലിമാ സബത്ത ലഹു മിൻ ഹുസ്നി തർത്തീബി വ കമാലി തനാസുബി, നൂലിൽ കോർക്കുമ്പോൾ അതിൻ്റെ ആ ഭംഗിയായ ക്രമം, ആ നിലക്ക് തന്നെ അതിന് ഭംഗി കൂടുകയാണ്. വാവ് ഹാലിയാണ്. ഹുവ മൂത്ത മുൻതളിമു ഖബർ ജുംല ഹാലാണ്. യസ്ദാദു എന്നുള്ളതിന്റെ ദമീറിൽ നിന്നാണ് ഹാല് എന്ന് വെച്ച് വലൈസ യൻഖുസു ഖദ്റൻ ഐ യഹുത്തു മിഖ്ദാറുഹു ഹാലത കൗനിഹി ഗൈറ മുൻതളിമി, അതിൻ്റെ ആ ഭംഗിയുടെ ആ കണക്ക് ഇടിയുന്നതല്ല, കുറയുന്നതല്ല, അത് തന്നെ ആയ അവസ്ഥയിൽ ഗൈറ മുൻതളിമി, കോർക്കാത്ത അവസ്ഥയിൽ. അപ്പൊ രണ്ടു നിലക്കും അതിന് ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന്. ഇവിടെ ലമ്മാ കാന ഖദ് യുഖാലു ഇദാ കാനത്ത് ആയാതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറത്തു ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ അത് അതിഥികളുടെ അവർക്ക് വീട്ടിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരിക എന്നുള്ള നിലക്ക് പർവ്വതത്തിന്റെ മേൽ കത്തിച്ചു വെച്ചതുപോലെ അത്രയ്ക്കും വ്യക്തമായ രീതിയിൽ റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തൊക്കെ പ്രകടമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവയെ ഇങ്ങനെ ഈ പദ്യത്തിലൂടെ
പറയുന്നതിൻ്റെ ഫായിദ എന്താണ്, നേട്ടം എന്താണ് എന്ന് ചോദിക്കാൻ ഇടയുണ്ട്. അതിനൊരു മറുപടിയായിട്ടാണ് ബി അന്നഹ വൈൻകാനത്ത് ആയാത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറൻ ലാഹിറത്തൻ ളുഹൂറൻ താമൻ. റസൂലുള്ളാഹിന്റെ മുഅ്ജിസാത്തുകൾ അത് ഏവർക്കും കാണാവുന്ന വിധത്തിൽ വ്യക്തവും സുവ്യക്തവുമാണ് എങ്കിൽ പോലും യസ്ദാദു ളുഹൂറുഹ അതിൻ്റെ ആ പ്രകടമാകൽ വർദ്ധിക്കും ബിദിക്രിഹ അതിനെ പറയൽ കൊണ്ട്. മാത്രവുമല്ല യസ്ദാദു ഹുസ്നുഹ അതിൻ്റെ ഭംഗി വർദ്ധിക്കും ബിനളിമിഹ അതിനെ ഇങ്ങനെ കോർവയായി പദ്യത്തിലൂടെ കോർവയായി അതിനെ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചു വലായങ്കുസു ഖദറുഹ മൻസൂറത്തൻ പദ്യത്തിലൂടെ കോർവയാക്കി കൊണ്ടുവരാത്തപ്പോൾ അതിൻ്റെ ഖദർ ഒട്ടും കുറയണില്ല. കാരണം അന്നഹു ദാത്തിയും ലഹ അതിൻ്റെ ആ ഭംഗി അതിന് ദാത്തിയായ നിലക്കുള്ളതാണ്. അത് ഫലായു ഫാരിഖുഹ സവാം കാനത്ത് നസറൻ ഔ നളുമ അത് ഗദ്യമായാലും പദ്യമായാലും അതതിനോട് വിട്ടുപിരിയൂല. പക്ഷേ നഅമായ ഹസുലു മിൻ സിയാദത്തിൽ ഇൽത്തിദാദി ബി സമാഇഹ മൻളൂമത്തൻ അതിനെ മൻളൂമത്തായിട്ട് പദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വർദ്ധിച്ച ഒരു രസം അത് കരസ്ഥമാവുമല്ലോ. ആ കാര്യം യങ്കുസുമായ ഇഖ്ബാരി ബിഹ മൻസൂറത്തൻ മൻസൂറത്തായിട്ട് ഗദ്യമായിട്ട് അതിനെ പറയലോടുകൂടെ ഉണ്ടാകുന്ന അത് വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവും, അതിന് കുറച്ച് കുറവേക്കാരം. എന്നല്ലാതെ ഭംഗി അതിന് ഉള്ളത് പിന്നെ ഗദ്യമായാലും പദ്യമായാലും ഉണ്ട്. ഗദ്യമാകുമ്പോൾ ഇല്ലാത്ത ഒരു ഭംഗി അതിന് കൂടുതലായി പദ്യത്തിലാവുമ്പോൾ ഉണ്ട് എന്നുള്ള നിലക്കാണ് ഈ വ്യക്തമായതാണെങ്കിൽ പോലും ഞാൻ അതിനെ ഒന്നും കൂടി ഈ പദ്യരൂപത്തിൽ ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അതല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നാലേ അതിന് ഭംഗി ഉണ്ടാവൂ എന്നുള്ള നിലക്കല്ല എന്നാണ് ഫദ്ദുറു യസ്ദാദു ഹുസ്നു വ മുന്തളിമു എന്ന ആ ബൈത്തിലൂടെ മുസന്നിഫ് വിവരിക്കുന്നത്. ഫമാ തതാവുലു ആമാലിൽ മദീഹി ഇലാ മാ ഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശിയമി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ പ്രശംസകന്റെ എന്ന് പറഞ്ഞ കീർത്തനാകാവ്യം രചിച്ചവന്റെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ അവിടുത്തെ സ്വഭാവ മാഹാത്മ്യത്തിലേക്കും രൂപലാവണ്യത്തിലേക്കും എത്തി നോക്കിയിട്ടു പോലുമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും ഇതൊക്കെ കോർത്തിണക്കി കൊണ്ടുവന്ന ഈ നാദിമായ ഇമാം ബൂസൂരി തങ്ങൾ പറയാണ്, എൻ്റെ ഈ പ്രശംസകളും കീർത്തനങ്ങളും ഒന്നും അവിടുത്തെ സ്വഭാവ മാഹാത്മ്യത്തിലേക്കോ രൂപലാവണ്യത്തിലേക്കോ എത്തി നോക്കിയിട്ട് പോലുമില്ല. എത്തി നോക്കിയാലും പ്രത്യേകിച്ച് ഫലവുമില്ല, കാരണം എവിടേക്ക് എത്തൂല. ഇതാണ് അതിൻ്റെ അവസ്ഥ. ദൈനീവ വസ്ഫിയ ആയാത്തിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാദിമ് ഇവിടെ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളെ ദൃഷ്ടാന്തങ്ങളെ ഒക്കെ വിവരിക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ വാക്കുകൾ തോന്നിപ്പിക്കുന്നുണ്ട് മുസന്നിഫിന്റെ ഈ നാദിമിന്റെ ആഗ്രഹങ്ങൾ തതാവലത്ത് ബിൽ മദീഹി ഇലാ ഇസ്തിഖ്സായി മാഫി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സിഫാത്തി റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ അത് പൂർണ്ണമായും എത്തിക്കൽ കൊള്ള ഈ മദ്ഹ് പറയുന്ന ബൂസൂരി ഇമാമിന്റെ ആഗ്രഹങ്ങൾ അത് പൂർണ്ണമായും അതിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് ഒരു തോന്നൽ വരും. ആ തോന്നലിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഫമാ തതാവുലു ആമാലിൽ മദീഹി ഇലാ മാഫി റസൂലുള്ളാഹിയുള്ള ഒന്നിലേക്ക് മദ്ഹ് പറയുന്നവന്റെ ആഗ്രഹങ്ങൾ നീളുകയോ ചേരുകയോ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹിയുള്ള ഒന്നെന്തിനാലും മിൻ കറമിൽ അഖ്ലാഖി വശിയമി അവിടുത്തെ സ്വഭാവ മഹാത്മ്യം രൂപലാവണ്യം ഇവ കാര്യങ്ങളിലേക്കൊന്നും ഈ മദ്ഹ് പറയുന്ന ആളുടെ ആഗ്രഹങ്ങൾ ചേർന്നിട്ടില്ല, പൂർണ്ണമായും അതിലേക്ക് എത്തി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല.
അമല് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ആമാൽ എന്നാണ് റജാ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ മദീഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ അസ്ഹാബിഹിൽ മാദിഹീന ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയുന്ന റസൂലുള്ളാഹിന്റെ ആളുകൾ. ഇലാ മാഫിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കറമിൽ അഖ്ലാഖ് ഐ മിൻ അഖ്ലാഖിൽ കരീമത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ വളരെ നല്ല സ്വഭാവങ്ങൾ. വശിയമി, ഷിയമ് എന്ന് പറഞ്ഞാൽ ജമ്മു ഷീമത്താണ്. വഹിയ തബീഅത്തു, റസൂലുള്ളാഹിന്റെ രൂപലാവണ്യം, പ്രകൃതിദത്തമായി നിമിത്തങ്ങൾക്കുള്ള കാര്യങ്ങൾ, ആ രൂപലാവണ്യം, അതിലേക്കൊന്നും ഈ മദ്ഹ് പറയുന്നവരുടെ ആഗ്രഹങ്ങൾ ചേർന്നിട്ടില്ല. ഹാഷിയത്തുൽ ബാജൂരി പേജ് 48, 49, 50. അൽ ഉംദത്തു ഫി ശറഹിൽ ബുർദ അതിന്റെ 443, 44, 45, 46 പേജുകൾ. അതുപോലെ തന്നെ അസീദത്തു ശുഹദ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.